എല്ലാവർക്കും നമസ്കാരം. FM ഗ്രൂപ്പിലെ അഡ്മിൻ മെമ്പേഴ്സിനും എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു. ഓണം അല്ലേ വരുന്നത്, എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എൻ്റെ പേര് ശശിധരൻ വെങ്ങാട്ടേരി, ID വന്ന് ശശി വി ശശി. പിന്നെ എൻ്റെ സ്ഥലം, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം കൂത്തുപറമ്പിനടുത്ത് ആമ്പലാട് പ്രദേശത്താണ്. ഞാൻ പിന്നെ ഡിഗ്രി പാസ്സായതിനു ശേഷം PSC ടെസ്റ്റ് കുറച്ചൊക്കെ എഴുതി. പിന്നെ ജോലിയൊന്നും കിട്ടിയിട്ടില്ല, അത്ര കിട്ടിയിട്ടില്ല. പിന്നെ അങ്ങനെയാണ് എനിക്ക് ചെന്നൈയിൽ ഒരു കമ്പനിയിൽ കിട്ടിയത്. അങ്ങനെ കുറേ കമ്പനികളിൽ ജോലി ചെയ്തു. എല്ലാം പ്രൈവറ്റ് ഫേംസാണ് എല്ലാം. അങ്ങനെ പിന്നെ ജോലിയെല്ലാം ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് നമ്മുടെ ഫാദറിന് ബിസിനസ്സാണല്ലോ, അതേപോലെ എൻ്റെ മനസ്സിലൊരു ബിസിനസ് തുടങ്ങാനുള്ള ആഗ്രഹം വന്ന്. അങ്ങനെയാണ് ചെന്നൈയിൽ ഞാൻ ബിസിനസ് ആരംഭിച്ചത്. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു. പിന്നെ കല്യാണം കഴിച്ചു, ഫാമിലിയോടെ ചെന്നൈയിൽ തന്നെ താമസം. ഞാൻ ജീവിതത്തിൻ്റെ കൂടുതൽ ഭാഗങ്ങളും ചെന്നൈയിലാണ് താമസിച്ചിരുന്നത്. പിന്നെ പറഞ്ഞാൽ പിന്നെ എനിക്ക് 2012 സ്ട്രോക്ക് വന്നപ്പോൾ ശബ്ദം നിലച്ചു പോയി. കുറച്ച് കാലം എടുത്തിട്ടാണ് അതൊക്കെ വീണ്ടെടുക്കാൻ കഴിഞ്ഞത്. സ്പീച്ച് തെറാപ്പിയിലൂടെയൊക്കെയാണ് കഴിഞ്ഞത്. അതിനുശേഷം പിന്നെ ഞാൻ മുൻപ് നന്നായി പാടുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുവിധം പാടുമായിരുന്നു. എൻ്റെ ശബ്ദവും കുറേ പ്രശ്നങ്ങളായപ്പോൾ എല്ലാ ആൾക്കാരും പറഞ്ഞു, പിന്നെ നിങ്ങൾ കുറച്ച് സംഗീതം പഠിക്കും. ഇപ്പോൾ എല്ലാവർക്കും സംഗീതം പഠിക്കാമല്ലോ. അങ്ങനെയാണ് കൂത്തുപറമ്പിനടുത്ത് മലയാള കലാഗ്രാമത്തിൽ മനോജ് നമ്പൂതിരി എന്ന് പറഞ്ഞ മനോജ് കെ നമ്പൂതിരി എന്ന മാഷാൻ്റെ കീഴിലാണ് ഞാൻ സംഗീതം അഭ്യസിച്ചത്. അങ്ങനെ സപ്തതാളവർണ്ണങ്ങൾ പഠിച്ചു. പിന്നെ എന്തൊക്കെയോ പ്രശ്നമായി. എനിക്ക് പെട്ടെന്ന് പിന്നെയോ അസുഖം വന്ന്, അതാണ് ഞാൻ പിന്നെ അത് നിർത്തി. പിന്നെ ചെന്നൈയിൽ അസുഖം വന്നതുകൊണ്ട് ഞാൻ നാട്ടിൽ സെറ്റിലായി. പിന്നെയാണ് സ്മൂളെല്ലാം പാടാൻ ആരംഭിച്ച മുതലാണ് ഞാൻ കുറേശ്ശെ പാടാൻ തുടങ്ങി. അങ്ങനെ FM ഗ്രൂപ്പിൽ നിന്ന് ഞാൻ വിചാരിച്ചു, ആരെന്നെ ആഡ് ചെയ്തത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. കുറേ വർഷങ്ങളായി ഞാൻ ഇപ്പോൾ FM ഗ്രൂപ്പിൽ പാടുന്നുണ്ട്. പിന്നെ മിക്ക ആൾക്കാരും എന്നാൽ അഡ്മിന്മാരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ട്. എൻ്റെ പാട്ട് അത്രമായിട്ടൊന്നുമില്ല, എന്നാലും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ സന്തോഷമാണ്. എനിക്ക് എന്നും സന്തോഷം നൽകുന്നുണ്ട് ഈ FM ഗ്രൂപ്പിലെ എല്ലാ ആൾക്കാരും. പിന്നെ ഇന്ന് വേറെ വിശേഷമില്ല. എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേരുന്നു. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ.